എനിക്കടാ സമയൊക്കെ എനിക്ക് പോയി പല്ലിന്റെ ബാത്റൂമിലൊക്കെ പോയി പാടാ. ചായ അതാ ഏതോ നേരം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നും ബാഗ് മാത്രമേ ഉണ്ടാവും, കടി വയ്ക്കാൻ. ഇതുവരെ ഇവിടെ ഒന്നും കാണാത്താണല്ലോ. ഞാൻ പഠിക്കുക പണിക്കോയ കത്തിച്ച് മേസ്ത്രി പിടിച്ചാല് ഒരു 600-500 പിന്നെയോ ഇനി ജീവിക്കണ്ടേ? കുടുംബം പോറ്റണ്ടേ? 600 എന്റെ അമ്മയ്ക്ക് എനിക്കും എന്റെ അനിയനും ഉപിഷ്ടമായിട്ട് കഴിക്കാൻ കിട്ടും. അങ്ങനെ ഒന്നും പോരാ, നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു വരുമാനമുള്ള പരിപാടി ഞാൻ പറഞ്ഞു. അതായത് ഞാൻ പറയ പോലെ ഒരു ദിവസം 5000 രൂപ വരുമാനം. എന്റെ പറച്ചോനെ 5000 രൂപയോ? താല്പര്യമുണ്ടോ? ഞാൻ പോട്ടല്ലേ? അതാണ് നല്ല ആണെങ്കിൽ ഞാൻ വരാം. പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ആദ്യം ചെയ്യേണ്ടതറിയോ? തുടക്കത്തിൽ നമ്മൾ ചില്ലറ കൊടുക്കേണ്ടി വരും. എന്താ പറയല്ലേ, ചില്ലറ മുടക്കുന്ന കേസൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ മണി ചെയ്യില്ല. അതൊന്നും അല്ലടോ, അതിനൊക്കെ കാര്യം പോകുമോ? ഞാൻ കാര്യം പറയട്ടെ, 5000 രൂപ ഒരു ദിവസം കിട്ടുന്ന കേസാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതിന് ഞാനൊരു വെറുതെ ഒരു ചെറിയ അമ്മയോടൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് ഒരു 5000 രൂപയുമായി വന്നാൽ മതി. ഒരു ദിവസം പിന്നെ ഇരട്ടിക്ക് പൈസ അമ്മയോട് ചോദിച്ചാ 5000 രൂപ കിട്ടുമോ? നമുക്ക് ചോദിച്ചു നോക്കല്ലേ, നമുക്ക് ആശയം കിട്ടുമോ? നോക്കാൻ പറ്റും. മഞ്ഞൾ പഠിച്ചേ നീ പൈസ വാങ്ങി വാങ്ങും. അത് ഞാൻ അങ്ങോട്ട് തരണോ? വേണ്ട, നിങ്ങൾ വന്നാൽ ശരിയായില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനത് തന്നത് പറഞ്ഞേക്കാം. അല്ലേ വേണ്ട, നിങ്ങൾ വന്നോളി. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ചെറിയ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നത് പെൺകുട്ടികളെ പിടിക്കാൻ പ്രത്യേക അമ്മേനെ ഒന്ന് സോപ്പിട്. പണിയില്ലേ? പണിക്ക് പോയില്ലേ? ഞാൻ പണിക്ക് പോയില്ല. എനിക്ക് പുതിയൊരു പണി ചെയ്യാറുണ്ട്. ഇത്ര വലിയ പണി? അതെ, ഞാൻ ഒരാളെ കണ്ട്. അപ്പോൾ ഓലിനോട് പറഞ്ഞ് നമുക്കൊരു പണി ഞാൻ ശരിയായി തരാം. പക്ഷെ അമ്മ നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഒരു 5000 രൂപ. 5000? പേടുന്ന മോനെ, പെട്ടെന്ന് 5000. അമ്മോ, നമ്മൾ വന്ന മഹാലക്ഷ്മി അമ്മല്ലേ ഇതല്ലേ നിങ്ങൾ ചെറിയോ? ഞാൻ പണിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഇങ്ങനെ കല്ലും മണ്ണും പോയി കറന്നിട്ട് കാര്യം ഇവ കണ്ട് കല്ലാണ്ട് കറുത്തുമില്ലേ? അമ്മയ്ക്ക് ഇന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അത് പോരാ, എന്താക്കാനാ കിട്ടുന്നതിനൊക്കെ ഞാൻ ഒരു വെടി ചെലവാക്കുന്നുണ്ട്. നിങ്ങളൊന്നും ചെലവാക്കണ്ട, ഈ 5000 രൂപ ചെലവാക്കിയാൽ മതി. ഞാൻ കുടുംബശ്രീയിൽ ഒന്ന് ആയിക്കോട്ടെ, ഒന്ന് ആലോചിക്കും. പൈസ നാളെ കൊണ്ടുവന്നാൽ മതി. സാധനം എന്റെ കയ്യിൽ ഇതാണ് സാധനം. നമ്മളെ ഒന്ന് എടുത്തു കേസം എന്താക്കട്ടെ, എനിക്ക് തിരിയുന്നില്ല. ഇതിനെന്താ ഗുണമുള്ള ഇങ്ങനെ പറക്കുന്നതിനോടൊന്നുമില്ലേ? ഇത്തിരി പശുവിന്റെ ഫീലുണ്ട് മക്കളെ. എന്റെ മോനെ, ഇങ്ങളെ ഞാൻ നേരത്തെ കാണുമായിരുന്നു. അപ്പൊ പറഞ്ഞതിനോട്ട് പൈസ മറന്നുകൊണ്ട പൈസ നന്നായിട്ടല്ല. പൈസ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെ ഉണ്ടാക്കിയതില്ല. എന്നാലേ ഇതൊക്കെ നേരത്തെ കിട്ടണ്ടായിരുന്നോ? നമുക്ക് 5000 കിട്ടിയതേ. അമ്മേ,
5000 ഉറുപ്പിക റെഡിയായോ? ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച ആവട്ടെടാ. അല്ലമ്മേ ഇങ്ങനെ കിട്ടാനാ. അല്ലമ്മേ എനിക്ക് വേണ്ടിട്ട് എന്താ അമ്മേ ഞാൻ മുടക്കിയത് ഇത്ര കാലമായിട്ട്? ആർക്കാടാ നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് വരെ. നിങ്ങൾ എന്ത് ജീവിച്ചിരിക്കുന്നേ? എന്തെന്നാണ് ഇനി പറയുന്നത്? ഞായറാഴ്ച ആവട്ടെ, ഞാൻ അവരോട് ചോദിച്ച് വാങ്ങിത്തരാം. നിങ്ങൾക്ക് കുടുംബശ്രീ ഒരാൾക്കെന്നെ മൂന്നുണ്ട്. നിങ്ങൾ എന്താ തല പറയുന്നത്? കൊഞ്ഞടി കൊല്ലോ. നീ എന്താ വിചാരിച്ചേ? നീ എന്താ വിചാരിച്ചേ? എന്നെ കൊന്നിട്ട് മാറ്റി കാര്യോ? എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ മുടക്കിക്കൊണ്ടിരി കൊല്ലോ. എന്നെ കൊന്നു ഞാൻ. അന്ന് മുതൽ എനിക്ക് തുടങ്ങി എന്റെ കഷ്ടപ്പാട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ ഒരു ചെറിയ മുഖമാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ വായനശാലയ്ക്ക് അകത്ത് വെച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് രൂപകൽപ്പന ചെയ്തൊരു കുഞ്ഞു നാടകമാണ് ഇത്. കളിച്ച ഞങ്ങൾ മാത്രം പോരാ, കണ്ടുനിന്ന നിങ്ങൾ. ഈ ഗ്രാമത്തിനെങ്കിലും ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമമാണ്. അതിന് മതമോ രാഷ്ട്രീയമോ നിറമോ ഒന്നും നോക്കരുത്. കാരണം നമ്മളൊരു കുട്ടിയെ പോറ്റുമ്പോൾ നമ്മുടെ ചില സ്വപ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട കുട്ടികളെന്ന് പറയുന്നത് നഗ്നനായി നടന്നുപോയ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബാക്കി എല്ലാവരും തമ്പുരാനെ ബഹുമാനിച്ചപ്പോൾ ആ ചെറിയ കുട്ടി പറഞ്ഞത് രാജാവ് നഗ്നനാണ്. അങ്ങനെ തുറന്നു പറഞ്ഞൊരു തലമുറയുടെ അത് കേട്ടും എന്ന് വളർന്ന തലമുറയിൽപ്പെട്ടവരാണ് ഞാനൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴാ എൻ്റെ മകൻ ഒരു ചുറ്റികയുമായി എന്നെ കൊല്ലാൻ എൻ്റെ തൊട്ടു പിറകെ വരിക എന്നതാണ്. 10 മാസം നിങ്ങൾ പറഞ്ഞത്. ഞാനും ചില കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നത്. എന്താ നോക്കുന്നത്? എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, നിങ്ങളിവിടെ ഞാൻ 3 മാസമായി വെള്ളിയൂരിലെ കടത്തിണ്ണകളിലാണ് കിടന്നുറങ്ങുന്നത്. അതെന്താ? എന്റെ മക്കളുടെ കയ്യിലെ ചുറ്റിയെ കണ്ട് വീട് വിട്ടിറങ്ങിയവനാണ് ഞാൻ. 3 മക്കളുണ്ട് എനിക്ക്. ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം ഈ 3 മക്കളെ പോറ്റി വളർത്തിയത് ഞാനാണ്. നല്ല വിദ്യാഭ്യാസം നൽകി 3 പേർക്കും ജോലിയായി. ഇളയ മകൻ മുമ്പ് ഓർക്കുന്നില്ലേ, നല്ല ചിത്രകാരൻ, അവൻ ഈ നാട്ടിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 2 മക്കൾ ബാംഗ്ലൂർ.